ജീവിതത്തിൽ അടുത്ത പടിയിലേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ ചെയ്യേണ്ട ഒരു മെയിനായിട്ടുള്ളൊരു കാര്യമാണ് ബ്രേക്ക് ദ കംഫർട്ട് സോൺ. പലപ്പോഴും നമ്മളൊരു കംഫർട്ട് സോണിലായിരിക്കും, ഒരു ഫിക്സഡ് സാലറി, ആ ഒരു സാലറിയിൽ ഹാപ്പി ആയിട്ട്, ആ ഒരു ജീവിത സാഹചര്യത്തിൽ ഹാപ്പി ആയിട്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും. പക്ഷേ നമുക്ക് ആ ജീവിതത്തിൽ നിന്ന് ഒരു ഉയർച്ചയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു കംഫർട്ട് സോണിനെ ബ്രേക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. പലപ്പോഴും നമുക്ക് ടെൻഷനാണ് ആ ഒരു കംഫർട്ട് സോണിനെ ബ്രേക്ക് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഒരു സാലറിഡ് പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ആ മന്ത്ലി അവസാനം പോകുമ്പോൾ അല്ലെങ്കിൽ ആദ്യത്തെ ദിവസം പോകുമ്പോൾ അയാൾക്ക് സാലറി കിട്ടും. അപ്പോൾ ആ സാലറി അയാൾക്കൊരു സേഫ് സോണാണ്. പക്ഷേ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന ഒരാൾക്ക് അത് കിട്ടണമെന്നില്ല. പക്ഷേ നന്നായിട്ട് വർക്ക് ചെയ്താൽ അതല്ല, അതിന് മുകളിലും കിട്ടാൻ സാധ്യതയുണ്ട്. ആ സാധ്യത എപ്പോഴും ഒരു ലീപ്പാണ്, ഒരു ജമ്പിങ് ആണ്, ഒരു ഡാർക്കിലേക്കുള്ള എടുത്തുചാട്ടമാണ്. ചില സമയങ്ങളിൽ ആ എടുത്തുചാട്ടം ചെയ്താൽ മാത്രമാണ് ചില സ്ഥലങ്ങളിൽ നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പറയുന്നത് ബ്രേക്ക് യുവർ കംഫർട്ട് സോൺ. ആ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തിട്ട് ഒന്ന് പുറത്തേക്ക് വരാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ഉള്ളിലുള്ള പൊട്ടൻഷ്യലി ഒന്ന് തിരിച്ചറിയുക, നമ്മളെ തന്നെ ഒന്ന് റിവ്യൂ ചെയ്യുക. നമ്മുടെ സോട്ട് അനാലിസിസ്, നമ്മുടെ സ്ട്രെങ്ത് എന്താണ്, നമ്മുടെ വീക്ക് എന്താണ്, നമ്മുടെ ത്രെട്ട് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് അനലൈസ് ചെയ്താൽ നമുക്കറിയാൻ പറ്റും എന്താണ് നമ്മുടെ പൊട്ടൻഷ്യലി, നമ്മുടെ സ്ട്രെങ്ത് എന്താണെന്ന്. എന്നിട്ട് ആ സ്ട്രെങ്ത്ത് നോക്കിയിട്ട് ഒന്നിറങ്ങിയാൽ ചിലപ്പോൾ നിങ്ങൾ ഈ ലോകം തന്നെ കീഴടക്കാൻ പറ്റുന്ന ലെവലിലേക്ക് നിങ്ങൾക്ക് മാറാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് മറ്റൊന്നുമല്ല, ബ്രേക്ക് യുവർ കംഫർട്ട് സോൺ. ഹാവ് എ നൈസ് ഡേ.